നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം. പശ്ചിമേഷ്യയിലെ ഈ സമാധാന പരിഹാരം കാണാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഏതായാലും ട്രംപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊരു സിനിമയിലെ നെടുപടി വീടും തേങ്ങ ഉടക്കിയ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയുന്ന മിഥുന സിനിമയിലെ ഒരു രംഗമുണ്ടല്ലോ, അത് പലപ്പോഴും പല ട്രോളുകളായിട്ടൊക്കെ വരുന്നതാ. അതുപോലെയാണ് ഇപ്പൊ ട്രംപിന്റെ അവസ്ഥ. ഞങ്ങൾ ഇപ്പൊ അടിക്കും, നിങ്ങൾ വഴങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഏത് നിമിഷവും ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് ഇങ്ങനെ ഭീഷണി ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്. പക്ഷെ മറുവശത്ത് ഇറാനെ നോക്കുകയാണെങ്കിൽ അടിച്ചോ, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ തിരിച്ചടിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും ഒന്നും ആയില്ല, പക്ഷെ ഭീഷണികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഹോർമുസിലൂടെയുള്ള വ്യാപാരമൊക്കെ നടക്കാത്തതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ബുദ്ധിമുട്ടില്ല. അത് ഇപ്പോഴും ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ 14 ഇന വ്യവസ്ഥയായിരുന്നു വെച്ചിരുന്നത് അമേരിക്ക ഇറാന് മുമ്പാകെ. പിന്നെ അത് 10 വ്യവസ്ഥയാക്കി. ഇപ്പോൾ ചുരുങ്ങി വന്നിട്ട് ഇപ്പോൾ 5 ഒരു കണ്ടീഷൻ. ഇത് അംഗീകരിച്ചാൽ നമ്മൾ യുദ്ധം ചെയ്യില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും, തകർക്കും, നിങ്ങളെ തീർക്കും. ഇതാണിപ്പോൾ ഇയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്: ഇറാൻ്റെ പക്കലുള്ള 400 കിലോയോളം സമ്പുഷ്ട യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണം. 2, ഇറാൻ്റെ ഒരു ആണവ കേന്ദ്രം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. 3, ഇറാൻ്റെ മരവിപ്പിച്ച ആസ്തികളുടെ 25% വിട്ടു നൽകില്ല. കാരണം നേരത്തെ ഇവർ ആസ്തികൾ മരവിപ്പിച്ചിരുന്നല്ലോ. അതിൻ്റെ അർത്ഥം 75% ഞങ്ങൾ വിട്ടുതരാമെന്നാണ്. ഉപരോധവും യുദ്ധവും കാരണമുണ്ടായ നഷ്ടങ്ങൾക്ക് ഇറാന് നഷ്ടപരിഹാരം നൽകില്ല. പിന്നെ വെടിനിർത്തൽ ചർച്ചയിലെ പുരോഗതി അനുസരിച്ച് ആയിരിക്കും ഞങ്ങളുടെ മുന്നോട്ടുള്ള പോക്കെന്നുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യത്തേതാണ് കീറാമുട്ടിയായിട്ട് വരുന്നത്. അതായത് ഇറാൻ്റെ പക്കലുള്ള സമ്പുഷ്ട യുറേനിയം മുഴുവൻ ഞങ്ങൾക്ക് നൽകണം. ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം. അതിനു വേണ്ടിയിട്ടാണല്ലോ യുദ്ധം തന്നെ. അവരുടെ ആത്മാഭിമാനം രക്ഷിക്കുക. ആത്മാഭിമാനത്തെ തകർക്കുന്ന യാതൊരു നടപടിക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് ഇറാനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ അവരുടെ നയങ്ങളെല്ലാം ശരിയാന്നല്ല, അവർ പറയുന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കള്ളം പറയാറില്ല അവർ. അതാണ് ഒരു ഗുണം. ട്രംപ് കള്ളമല്ലാതെ സത്യം പറയാറില്ല. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. തുടർച്ചയായിട്ട് ഈ മനുഷ്യൻ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതാണ് നിർത്തിയത് ഞാനാണെന്ന് തുടങ്ങി പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ചുരുക്കി പറഞ്ഞാൽ ഹിറ്റ്ലറുടെ കാലത്തെ ഗീബൽസ് എങ്ങനെയായിരുന്നു അതുപോലെ ഗീബൽസിനെ പോലെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു കള്ളം പലതവണ ആവർത്തിച്ചാൽ അത് സത്യമായി തീരുമെന്ന് പറയുന്ന പോലെ കള്ളമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല അദ്ദേഹത്തിന് ഇനി ഏത് നരകത്തിലാണ് പോകുന്നതെന്നുള്ളത്. കാരണം ഈ കള്ളം പറഞ്ഞാൽ നരകത്തിലേക്ക് പോകും. ഒരു ക്രിസ്തു വിശ്വാസിയും കൂടെ അദ്ദേഹം. കള്ളം പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്നതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് നോക്കുമ്പോൾ ഇയാൾ കുംഭീഭാഗ നരകത്തിലേക്ക് തന്നെ പോകും. നാക്കെടുത്ത കള്ളമേ പറയത്തില്ല. തൊട്ടാൽ കുരുക്കാത്ത നുണകൾ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലുള്ള കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമ്പുഷ്ട യുറേനിയം ഇറാൻ കൈമാറാൻ പോരില്ല. കടിച്ച് ചാവുന്ന നീറന്ന് കേട്ടിട്ടില്ലേ, അതുപോലൊരു രാജ്യമാണ് ഇറാൻ. അവർ വിട്ടുകൊടുക്കില്ല. അവസാനത്തെ ആളും അവിടെ മരിക്കുന്നവരെ അവർ യുദ്ധം തുടരും. എത്ര പേര് മരിച്ചാലും അവർക്ക് പ്രശ്നമില്ല. കാരണം അവരുടെ മതവിശ്വാസം എന്ന് പറയുന്നത് ഈ മരിക്കുന്നവരാരും മരിക്കുന്നില്ല, അവർ വീരസ്വർഗം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഒരു കോസിന് വേണ്ടി ചെയ്യുന്ന ഒരു യുദ്ധമാണിത്. ഒരു കാഫിറിനെതിരെ നടത്തുന്ന യുദ്ധമാണിത്. അതും കൂടെ ചേരുന്നുണ്ട് ഇതിനകത്ത്. ട്രംപിനെ അവർ കാഫിറായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ദുഷ്ടൻ, ഇത്രയും കുട്ടികളെ കൊന്നവൻ, പിശാച് എന്നൊക്കെ തന്നെയാണ് അവർ കണക്കാക്കുന്നത് അവരുടെ മനസ്സിലുള്ളത്. ആ ഒരു വിചാരമുള്ളത് കൊണ്ടാണ് അവിടെ വിഘടിച്ചു നിന്നിരുന്ന ജനങ്ങൾ മുഴുവൻ അവിടുത്തെ മതഭരണകൂടത്തിനോടൊപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ അവർ പറഞ്ഞു, അവിടുത്തെ ഇപ്പോഴത്തെ ഖമനേയി അദ്ദേഹത്തിന് സാരമായും ഗുരുതരമായിട്ടും ഞങ്ങൾ പരിക്കേൽപ്പിച്ചു. ചുമ്മാ മാങ്ങാത്തൊലി. അദ്ദേഹത്തിൻ്റെ ചെവിയുടെ ഈ ഭാഗത്ത് ഒരു ചെറിയ പരിക്ക്, അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ യുറേനിയം ഞങ്ങൾ ഇറാനിൽ തന്നെ സൂക്ഷിക്കും, ഒരു ശക്തിക്കും അത് തടയാൻ പറ്റില്ല. പറഞ്ഞത് പാകിസ്ഥാൻ്റെ മാമാപ്പണി ചെയ്യുന്ന പാകിസ്ഥാൻ ആസിം മുനീർ. ഒരാഴ്ചക്കിടയിലേണ്ട 6 തവണയാണിപ്പോൾ ഇയാൾ ഇറാനിലേക്ക് പോയത്. തൊട്ടടുത്തുള്ള രാജ്യം കുഴപ്പമില്ല, നുഴഞ്ഞു കയറാനൊക്കെ അറിയാവുന്നവരാണല്ലോ അവർ, നമുക്ക് അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ 6 തവണ അദ്ദേഹം പോയപ്പോഴും ഇത് തന്നെ പറഞ്ഞു. ആ വാക്ക് അവർ മാറ്റിയിട്ടില്ല. അതേസമയം അമേരിക്കയോ 14
അത് കുറഞ്ഞ് 10 ഇപ്പോൾ 5 വന്നു. ഇനിയിപ്പോൾ അവസാനം അവർ നിൽക്കാൻ പോകുന്നു, ബാക്കിയെല്ലാം മറക്കും. ആ ഒന്നാമത്തേത് ആ യുറാനിയം ഞങ്ങൾക്ക് വേണം. ആ യുറാനിയത്തിന് വേണ്ടിയുള്ള ആർത്തി, അല്ലെങ്കിൽ ആ യുറേനിയം ഈ ഇറാനിലിരിക്കുന്നതുകൊണ്ടുള്ളൊരു ഭയം. ഇത് 2 കാരണങ്ങളാണ് അമേരിക്കയെ എന്തു ചെയ്യണമെന്നറിയാത്ത ഇതി കർത്തവ്യത മൂഢതയിൽ, ഡിലമ്മ, ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ഹാംലെറ്റ് രാജകുമാരൻ പറഞ്ഞ പോലെ യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിലമ്മ, ഒരു ക്രൈസിസിലെത്തിച്ചിരിക്കുന്നത്. അവർക്ക് യുദ്ധം ചെയ്യണോ വേണ്ട എന്നൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെന്നുള്ള അവസ്ഥ. യുദ്ധം ചെയ്യാൻ പോയാൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. എന്താ കാര്യമെന്നറിയാമോ? അവർ വിചാരിച്ചത് ഇറാൻ തകർന്നു കഴിഞ്ഞു. ഇനി അവർക്കൊരു അംഗത്തിന് ബാല്യമില്ല, ഇനി ഒരു യുദ്ധത്തിന് വരില്ല എന്ന് ആ രീതിയിൽ നശിപ്പിച്ചിട്ടാണ് അവർ പോയത്. ഇനി പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ ഇസ്രായേലിൻ്റെ മൊസാദ് വന്ന് പോയിൻ്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് വെടിവെച്ച് കൊന്നിട്ടേച്ച് പോയി. ഇനി ആ രാജ്യം നശിക്കുകയില്ലെന്ന് വിചാരിച്ചത്. പക്ഷേ 2ാം ലോക മഹായുദ്ധകാലത്ത് തകർന്ന ജപ്പാൻ ഫീനിക്സ് പക്ഷിയെപ്പോലെ പുനർജനിച്ചതുപോലെ തന്നെ ഇറാൻ ഉയർത്തെണീറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഗൾഫിലേക്ക് അയക്കാനുള്ളത് മാത്രമല്ല, ഗൾഫിനും പുറത്തുള്ള റേഞ്ചുകളിലേക്ക് അയക്കാൻ പാകമായ മിസൈലുകളുടെ ഒരു സ്റ്റോക്ക് പൈലും വെച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ഇസ്രായേൽ സമ്മതിച്ചു കഴിഞ്ഞു. ചേട്ടാ, ഇത്ര വേഗം ഇവർ ഇത്രയും മിസൈലുകൾ തയ്യാറാക്കി വെച്ചു. അത്ഭുതമാണ് അവർക്ക്. ഒരു പക്ഷേ നമുക്കറിയില്ല, റഷ്യയുടെയും ചൈനയുടെയും സഹായം അതിന് പിന്നിലുണ്ടാവാം. എന്തായാലും ഗൾഫ് മേഖലയ്ക്ക് അപ്പുറത്തേക്ക് അയക്കാവുന്ന മിസൈലുകളുടെ ശേഖരവുമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറായി തന്നെ നിൽക്കുകയാണ് ഇറാൻ, ഒരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ പത്തി വിടർത്ത് നിൽക്കുന്ന ഒരു മൂക്കനെ അഭിമുഖീകരിക്കാൻ എങ്ങനെ നമ്മളൊക്കെ ഭയപ്പെടുമോ അതുപോലെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് നടക്കുന്ന തമാശകളാണ് ഒത്തുതീർപ്പ് ചർച്ചയെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ പട്ടാള മേധാവിയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റും അവരുടെ ഇതിലേക്ക് മാറി. ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഒക്കെ അപ്രസക്തരായി. അസീം മുനീർ എന്ന് പറയുന്ന ഫീൽഡ് മാർഷലാണിപ്പോൾ അതിൻ്റെ ഗെയിം ചേഞ്ചറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഗെയിം പ്ലേ ചെയ്യുന്നു അദ്ദേഹം തന്നെയാണ്. 6 തവണ മറ്റേ വന്നിട്ട് പോയി. അപ്പോൾ ഇയാളോട് പറഞ്ഞു, നിങ്ങളുടെ പണി വല്ലതും നോക്ക്, നിങ്ങൾ അമേരിക്കയെ സൂചിപ്പിക്കാൻ വേണ്ടി ഇനി ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ ഈ സമ്പുഷ്ട യുറേനിയം ഞങ്ങൾ തന്നെ അവിടെ സൂക്ഷിക്കും, യാതൊരു സംശയമില്ല, പോയി പണി നോക്കാൻ പറഞ്ഞു. ഇയാൾ പോകുന്നില്ല. പിന്നെ അമേരിക്ക പറയുന്നത് കേട്ട് വീണ്ടും 10 എന്നുള്ളത് 5 ആക്കി, ഇപ്പോൾ 5 1 കൊണ്ടുവരും. ആ 1 നിന്ന് അമേരിക്ക മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ 1 ഇറാൻ സമ്മതിക്കുമെന്ന് എനിക്കും തോന്നും. ധരിക്കുകയും വേണ്ട ലോകവും. കാരണം ഇനിയിപ്പോൾ അടുത്തത് നടക്കാൻ പോകുന്ന യുദ്ധമെന്ന് പറഞ്ഞൊക്കെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു സംശയം, വെറുതെ പറയുകയാണ്, ഈ യുദ്ധം ചെയ്യാനുള്ള ധൈര്യം ഇറാനുമില്ല, അമേരിക്കയ്ക്കുമില്ല, ഇസ്രായേലിനുമില്ല. പറഞ്ഞു വിരട്ടുക, ഭീഷണിപ്പെടുത്തി നോക്കുക, അതുകൊണ്ട് വല്ല ഫലവും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അത് നടക്കാൻ പോകുന്നില്ല. ഇത് ഇവരുടെ പണിപ്പാളും എന്ന് തന്നെയാണ്. ഭീഷണിപ്പെടുത്തലുകളൊന്നും ഇനി രക്ഷയില്ല, അത് തകർന്ന് കരിപ്പണമായി തീരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കാവുന്ന ഞങ്ങൾക്ക് വേറെ യുദ്ധം ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ക്യൂബൻ തീരത്തേക്ക് പോകാം. വെനിസ്വലയിൽ നിന്ന് എങ്ങനെ ഇവർ ഇറാൻ തീരത്തേക്ക് വന്നു, അതുപോലെ ക്യൂബൻ തീരത്തേക്ക് പോകാനുള്ളൊരു പണി അവർ ഒപ്പിച്ചിട്ടുണ്ട്. റൂൾഫ് കാസ്ട്രോ എന്ന് പറയുന്ന പഴയ ഫിഡൽ കാസ്ട്രോയുടെ സഹോദരനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി അദ്ദേഹം 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ക്രിമിനൽ കുറ്റം ചുമത്തി അമേരിക്കയുടെ കപ്പലുകൾ ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കുക. ഞങ്ങൾക്ക് അവിടെ യുദ്ധമുണ്ടെന്നൊരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ഈ ഹോർമൂസ് കടലിൽ നിന്ന് ഈ നാശവാങ്ക് തീർന്ന ഭണ്ഡാരം അടങ്ങാൻ വേണ്ടി നമ്മളും രക്ഷപ്പെട്ടു. അവിടെ നമ്മുടെ കപ്പലുകൾ എണ്ണയുമായിട്ടും LPG-യുമായിട്ടും സുഗമമായിട്ട് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരികയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ യുദ്ധമുഖം മാറ്റി അവർ ക്യൂബയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യാശയും അതുപോലെ തന്നെ അസസ്മെൻറ്റ്. ഇന്നിപ്പോൾ വന്നൊരു വാർത്ത, അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനം നമ്മുടെ ഇന്ത്യൻ വംശജയായിട്ടുള്ള തുളസി ഗബ്ബാർഡ് രാജിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. പല ജനറൽമാരും എല്ലാം രാജിവെച്ചതാണ്. ഒരുപാട് സെക്രട്ടറിമാരെയും ഫയർ ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഭർത്താവിന് ക്യാൻസർ രോഗമാണ്, അപ്പോൾ അതുകൊണ്ടാണ് തനിക്ക് ഔദ്യോഗിക ചുമതലയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു നിൽക്കണം, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിലതിൽ പറയുന്നത് ട്രംപിന്റെ പല ഇത്തരത്തിലുള്ള നിലപാടുകളുടെ ചില സമ്മർദ്ദങ്ങൾ മൂലമാണ് രാജിവെച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരുപാട് പേര് രാജിവെച്ച് പോയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഭ്രാന്താണോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പറഞ്ഞു. ഭ്രാന്ത് തന്നെയാണ് ട്രംപ് കാണിച്ചത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഇതിന് സമാധാനം ഇവരും കൂടെ നാളെ പറയേണ്ടി വരും. കോൺഗ്രസ് ഇലക്ഷനിൽ ഇപ്പോൾ തോൽക്കാൻ പോവുകയാണ്, മിഡ് ടേം പോളിൽ തോക്കാൻ പോവുകയാണ്.
അപ്പോൾ എലികൾ കപ്പലിൽ നിന്ന് മുമ്പേ ചാടുമെന്ന് പറയുന്നത് പോലെ ചാടിയിരിക്കുകയാണ്. മുങ്ങാൻ പോകുന്ന ഒരു കപ്പലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അതിൻ്റെ കപ്പിത്താൻ ഏതാണ്ട് മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്, അതായത് ഡൊണാൾഡ് ട്രംപ്. ഏതായാലും ഇനിയിപ്പോ ട്രംപിന് മുന്നിൽ ഇനി അടുത്തത് എന്ത് വഴിയായിരിക്കും ഇനിയുള്ളത് എന്നുള്ളതാണ്. ക്യൂബയിലേക്ക് പോവാം. തൽക്കാലത്തേക്ക് ഒന്ന് അങ്ങ് മാറ്റിയിട്ട് ശ്രദ്ധ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ അതേ ഇനി വഴിയില്ല. ഏതായാലും ഇറാൻ ഇങ്ങോട്ട് ഉപദ്രവിക്കാത്തോടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല ഇറാൻ അങ്ങോട്ട് കയറി നടത്താൻ സാധ്യത വളരെ കുറവാണ്. ഏതായാലും നമുക്ക് നോക്കാം എന്തായാലും ഇതിന്റെ അവസാനം എന്തുള്ളത് കാത്തിരുന്ന് തന്നെ. ക്യൂബയ്ക്ക് പോയാൽ മതിയായിരുന്നു, കാരണം നമ്മുടെ ഭൂഖണ്ഡത്തിൽ നിന്ന് ഈ സാധനം ഒന്ന് മാറി കിട്ടിയത്. അതെ.